അപ്പോൾ എല്ലാവർക്കും ന്യൂമർസ് കാർസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് EV പരിചയപ്പെടുത്തുന്നു. EV ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തു കൂടിയായ ജിനീഷ് ജോണിനെ പരിചയപ്പെടുത്താൻ. ജിനീഷ് ചേട്ടാ സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ EVനെ കുറിച്ച് എല്ലാവർക്കും കുറേ സംശയങ്ങളുണ്ട്. കാരണം EV ചാർജ് ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് നിന്ന് പോകുമോ, അല്ലെങ്കിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ EV ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തു കൂടിയായ ജിനീഷ് ചേട്ടൻ്റെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിനീഷ് ചേട്ടാ, EVയെ കുറിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ചോദിക്കൂ, അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം. ചേട്ടന് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. യെസ്. ഈ EV ഉപയോഗിക്കുന്നതിൽ എന്താണ് ചേട്ടന് കണ്ടേക്കണ കംഫർട്ടബിൾ സോണും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ എക്കണോമി നോക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ EV ഉപയോഗിക്കുന്നത്. നമ്മൾ ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദൂരം, അതിനകത്ത് ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറും വെച്ച് നോക്കിക്കഴിയുമ്പോൾ, കാറിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 800, 900, 1000, 1200 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. ഓക്കെ. അപ്പോൾ അത് ഗണ്യമായിട്ട് കുറഞ്ഞു. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, ആദ്യത്തെ എൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ റൈഡിങ് കംഫർട്ട് എക്സലൻ്റ് ആണ്. ഇപ്പോൾ ഏത് കാറായാലും ഡീസൽ പെട്രോള് ഫ്യൂവൽസ് ഉപയോഗിക്കണ കാറാണെന്നുണ്ടെങ്കിൽ സാധാരണ പറയാറുണ്ട് ഡ്രൈവേഴ്സ് കാറ്, ഓണേഴ്സ് കാറാണ്. ഒന്നെങ്കിൽ ഡ്രൈവർക്ക് കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും, ഓണർക്ക് അത്ര കംഫർട്ടായിരിക്കില്ല സിറ്റിംഗ് ഇതൊക്കെ. വൈസ് വേഴ്സ്. ഓക്കെ. ഓണർക്ക് കംഫർട്ടാണെങ്കിൽ ഡ്രൈവർക്ക് അത്ര കംഫർട്ടായിരിക്കില്ല. ഇത് രണ്ടും വന്നത് ആ ഒരു സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ ഇതിനകത്തുള്ള വെഹിക്കിൾസാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇത് ഡ്രൈവേഴ്സ് വെഹിക്കിളും ആണ്, ഓണേഴ്സ് വെഹിക്കിളും ആണ് ഈ എല്ലാ EV. അത് ഇന്ന ബ്രാൻഡ് എന്നല്ല, ഏത് EV ആയാലും അങ്ങനെ തന്നെയാണ്. ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് തോന്നുന്നത്? വണ്ടി നമ്മൾ ലോങ്ങിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ കംഫർട്ട് ഉണ്ടോ, എന്താണ് അതിൻ്റെ ഒരു സുഖം? ലോങ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ല. ഓടിക്കുമ്പോൾ ഫ്ലൈറ്റിൽ പോണ പോലെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോണ ഒരു ഫീലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ കേസ് ചേട്ടനും ഇതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2 വർഷത്തിന് മേളിലായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് എടുത്ത ഇലക്ട്രിക് വെഹിക്കിൾ ഈ സ്കൂട്ടറാണ്, എയ്തറിന്റെ സ്കൂട്ടർ. അതും ഞാൻ എക്കണോമി മാത്രം നോക്കിയിട്ട് എടുത്തതാണ്. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിണ്ടത്? ഞാനിതിപ്പോ 2 വർഷം 2 മാസം കഴിഞ്ഞിട്ടുള്ളത് എടുത്തിട്ട് ഇത് 65,000 കിലോമീറ്റർ കഴിഞ്ഞു. ഇത് ചാർജിങ് ഒക്കെ എങ്ങനെയാണ്? അതിന്റെ ചാർജിങ് ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യണേ. ഇതിന്റെ ഇത് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഇതിന് ഫാസ്റ്റ് ചാർജേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ എത്ര യൂസ് വരുന്നുണ്ട്? ഇത് നമ്മൾ വീട്ടിൽ ഫുൾ ചാർജ് ചെയ്യാനാണെങ്കിൽ 0 to 100 ആക്കാനാണെന്നുണ്ടെങ്കിൽ 5.5 മണിക്കൂർ ടൈം ചാർജ് ചെയ്യേണ്ടി വരും. 3.7 യൂണിറ്റ് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് അത്രയും യൂണിറ്റ് വരും. മതി. എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് ഇതിന്? ഇത് ഒരു 100-120 കിലോമീറ്റർ ഞാൻ ഓടിക്കുന്നുണ്ട്. അത് ഇത് പറയുമ്പോൾ തന്നെ ഒരു ഇതിന് അത്രയൊന്നും കിട്ടൂല എന്ന് പറയും. അത് റൈഡിങ് സ്റ്റൈൽ അനുസരിച്ചാണ് കിട്ടുന്നത്. ഇപ്പൊ ഈ വാഹനം നമ്മൾ ഒരു 40-50 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 120 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് 120 കിലോമീറ്റർ എന്തായാലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് അതേ ഉള്ളൂ. എനിക്ക് നല്ല സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ 90 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് പോകാൻ പറ്റും. അത് പോകുമ്പോൾ ഒരു 75-80 കിലോമീറ്ററിന്റെ അടുത്തൊക്കെയാണ് നമുക്കത് മൈലേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ യൂസ് അനുസരിച്ച് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതിനകത്ത് ഈ ചാർജിങ് ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് നമ്മളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് വേണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അതായത് ഇത്ര കിലോമീറ്റർ എനിക്ക് പോകാനുണ്ട്, അപ്പൊ ഇത്രയും ഇതിനകത്ത് പോയാലാണ് എനിക്കിത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ആവണ വരെയെങ്കിലും ഇത്രതിനകത്ത് ബോധത്തോടു കൂടി നമ്മൾ വാഹനം ഓടിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വേറെ സ്ഥലത്തും ഇത് യാത്രയിൽ നമ്മൾ പുറത്തും ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല, പലവണ ചാർജ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാൻ പറ്റുക? ഫാസ്റ്റ് ചാർജിങ് ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 0 to 80% വരാനായിട്ട് ഫാസ്റ്റ് ചാർജ് ഒരു 47-48 മിനിറ്റാണ് ഉപയോഗിക്കുന്നത്. അതിന് ഈ ഏതർ കമ്പനി ചാർജ് ചെയ്യുന്നത് ഒരു മിനിറ്റിന് ₹1 വെച്ചിട്ടാണ്. ചാർജ് രൂപയും GST ആണ് ഈടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. പക്ഷേ പോകേണ്ട ദൂരം വെച്ച് നോക്കി കഴിയുമ്പോൾ അത് വെച്ച് കുഴപ്പമൊന്നുമില്ല. എക്കണോമി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് നമുക്കൊരു 60-65 രൂപയുടെ അടുത്ത് അതിന് ചിലവ് വരും. 65 ചിലവാക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന 100 കിലോമീറ്റർ ഓടുന്നുണ്ട്. പക്ഷേ ഹോം ചാർജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു 3.5-4 രൂപയിൽ ഇത് കവർ ചെയ്ത് പോകും. പിന്നെ അതിന്റെ വേറൊരു സംശയം, ചിലവർ എപ്പോഴും പറയുന്നുണ്ട് ഇതിൽ ഈ നമ്മളിപ്പോൾ ആപ്പ് മുഖേനയാണ് ചാർജ് ചെയ്യാൻ പറ്റുക EV സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു. ഇപ്പൊ കാറും ഇതും EV സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും ജനങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുക? ആപ്പ് വെച്ച് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വാലറ്റിൽ പൈസ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മൾ നേരെ സ്കാനർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൺ കുത്തി കഴിഞ്ഞാൽ ചാർജിങ് ആരംഭിക്കും. ഈസി പ്രോസസ്സാണ്. ഓക്കെ.
അപ്പോൾ അത് ഒരു കംഫർട്ടബിൾ ആണ്. പിന്നെ ടെക്നിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നെറ്റ്വർക്ക് എറർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാകുന്നുള്ളൂ. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ നമുക്ക് സ്ട്രീം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല, റേഞ്ച് കുറവ് കാരണം അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ. അത് നോർമൽ ഇഷ്യൂ ആണ്, അതൊരു പ്രശ്നം ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ ഞാൻ വേറെ ഒരു സാധനം കേട്ടറിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ബഡ്ജറ്റ് വീണ്ടും കുറയ്ക്കാനായിട്ട് ചേട്ടൻ വേറൊരു സൂത്രത്തിൽ ചെയ്തു. അതായത് ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ സോളാർ വെച്ചിട്ടുണ്ട്, ഇപ്പൊ ചേട്ടന് സീറോ കോസ്റ്റിലാണ് പോണേന്നൊക്കെ പറഞ്ഞു. അതെന്തായിരിക്കും ഒരു എക്സ്പീരിയൻസ്? നമ്മൾ വീട്ടിൽ സോളാർ വയ്ക്കാൻ ഉദ്ദേശിച്ചത് കാറും ഈ ഇതെടുത്തുകൊണ്ട് മാത്രമൊന്നുമല്ല, വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 12,000 രൂപ 13,000 രൂപയൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഒരു 5 കിലോ വാട്ട് സോളാർ ചെയ്തു. ഓക്കെ. സോളാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എക്സസ് ഉണ്ട്. അപ്പോൾ എക്സസും കൂടി ഉണ്ട്, നമുക്ക് എത്ര ഓട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ EV ഇത് മേടിച്ചത്. ഓക്കെ. അതിനുശേഷം ഇത് നോക്കി 4 വീലറും നോക്കി. അപ്പോൾ എത്ര ഇത് രണ്ടും കവർ ചെയ്ത് എന്നിട്ട് എക്സസ് ഉണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ് നിലവിൽ? ഇത് ഫുൾ ചാർജ് ചെയ്ത് 30 കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ്. ഓക്കെ. അത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് 30 യൂണിറ്റ് വരുന്നുണ്ട്. 0 to 100 ആവാനായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് സോളാർ ഇത് വെച്ചതിൽ നിന്ന് ഒരു ദിവസം എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? സോളാറിൽ നമുക്ക് ആവറേജ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു 20 യൂണിറ്റ് കിട്ടും. നമുക്ക് 28-30 ഒക്കെ കിട്ടുന്ന ഉണ്ട് ഓരോ ദിവസം സൂര്യപ്രകാശത്തിന് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ഈ 5000 കിലോ വാട്ട് 5000 വാട്ട് 5 കിലോ വാട്ട് ഈ 5 കിലോ വാട്ട് വെക്കുന്നതിന് എത്ര കോസ്റ്റ് വരും? എനിക്കൊരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് 2.5 ലക്ഷം രൂപ കോസ്റ്റ് മുടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ 2.5 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ഇതിൻ്റെ അഡീഷണൽ മുടക്കിയാൽ നമുക്ക് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് പോയാൽ പോലും ഇതിൻ്റെ എക്സ്പെൻസ് നോക്കിയാൽ വീണ്ടും നമ്മൾ സീറോയിലേക്ക് കുറഞ്ഞു അല്ല, ഇതിപ്പോൾ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇതും ഇതിൻ്റെ EMI വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ EMI അതിനകത്ത് കവർ ചെയ്ത് പൊക്കോളും. അത്രയും എക്സ്പെൻസ് വേറെ ഇത് വരുന്നില്ല. ഇതൊക്കെ ഒരു ആവറേജ് 100-150 കിലോമീറ്റർ ഓട്ടം ഉള്ളവനെ ബേസ് ചെയ്തിട്ടാണ്. വണ്ടി മേടിച്ച് വീട്ടിലിട്ടിട്ട് മാസത്തിൽ ആകെ 400 കിലോമീറ്റർ ഓടിക്കണവന് ഇതിന്റെ ആവശ്യം ഇലക്ട്രിക് വെഹിക്കിൾ ഒരിക്കലും ലാഭകരമല്ല. മനസ്സിലായി. ഓട്ടം ഉള്ള ആൾക്കാർക്കാണ് ഇലക്ട്രിക് വെഹിക്കിൾ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ഒരു 100 കിലോമീറ്റർ എങ്കിലും ഓടണം, വളരെ ഇത് തന്നെയാണ് ലാഭമാണ്. അപ്പോൾ ചേട്ടൻ പറയണമെന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സോളാർ പാനൽ കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ലാഭത്തിലേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. സർക്കാർ വരെ സോളാറിനെ ശരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ വെഹിക്കിൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ പുതിയതെടുക്കുമ്പോൾ അതിനും കൂടി ആഡ് ചെയ്ത് ലോൺ ചെയ്യുന്ന ബാങ്കുകളുണ്ട്. അത് അവർക്ക് സേഫ്റ്റിയാണ്. 100% അവർക്ക് ഈ പുറത്ത് ചാർജ് ചെയ്യണ ഇത് ഒഴിവായി പോയിക്കൊള്ളും. ആ എമൗണ്ട് നമുക്ക് ആ വെഹിക്കിളിൽ അതിന്റെ വാല്യൂ വെച്ചിട്ടുള്ള ലോൺ എടുക്കുമ്പോൾ ആ വാല്യൂവിന്റെ മേളിൽ നിൽക്കുന്ന എമൗണ്ട് നമുക്ക് അതിന് ഈ സോളാറിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വണ്ടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ലോൺ എമൗണ്ട് കൂടെ എക്സസ് കയറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കുകയും ചെയ്യുക, സോളാർ അടയ്ക്കുക, രണ്ടിനും കൂടെ ഒറ്റ EMI അടച്ച് പോകാന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വണ്ടിയുടെ യാത്രയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? യാത്രാ സുഖത്തിന്റെ ഇത് പറഞ്ഞിരുന്നല്ലോ, നല്ല മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാൻ എന്താണ്? EV-നെ റെക്കമെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഡീസലിനെ റെക്കമെൻഡ് ചെയ്യുമോ? അതായത് ഇപ്പൊ EV-നെ പറ്റി പലരും ഈ നെഗറ്റീവ് കമന്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചിനെ പറ്റി ഒരു ബോധ്യം ഇല്ലാത്തവരെ. എനിക്ക് ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടാനുണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള സെലക്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾ എടുക്കണം, EV വെഹിക്കിൾ. അപ്പൊ എനിക്ക് ഒരു 150-160 കിലോമീറ്റർ ആണ് ആവറേജ് വരുന്നത്. അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഇത്. എനിക്കത് പറ്റും, അത് വേറെ ആൾക്ക് പറ്റണമെന്നില്ല. ചിലപ്പോ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടണ്ടാവും. എന്നാലും ഇത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ സ്ട്രെച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വെഹിക്കിൾസും ഉണ്ട്, അതിനനുസരിച്ചുള്ള വിലയുണ്ട്. അത്ര ഓട്ടമുള്ളവന് അതിൽ ലാഭമാണ്. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ EV ഓടിക്കുന്നതുകൊണ്ട് അത്യാവശ്യം EV ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല. അവരുടെ റെഫറൻസുകൾ എടുത്തിട്ടായിരിക്കും നിങ്ങൾ വണ്ടികളിലേക്ക് വാഹനം വാങ്ങിക്കാൻ വാങ്ങിച്ചത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൗഹൃദ വലയത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ പലരും ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയിട്ടില്ലേ? അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇത് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചും ലോങ് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും അവരുടെ തോട്ട്സുകളിലൊക്കെ എന്തെങ്കിലും? അതായത് ഓൾ ഇന്ത്യ ടൂർ പോയേക്കണ ഒരു 8 ഗ്രൂപ്പെങ്കിലും എൻ്റെ സൗഹൃദ വലയത്തിലുണ്ട്. ഓക്കെ. അപ്പോൾ അവര് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എല്ലാം ഫാസ്റ്റ് ചാർജിങ് ഇത് വെച്ചിട്ടാണ്. എല്ലാത്തിന്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റേഞ്ച് കാണിക്കും. അത്ര റേഞ്ച് പോയുമ്പോൾ അവിടെ ഇത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ചാർജ് ചെയ്ത് പോകും. ചിലപ്പോൾ 30-40 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് പോകും. അപ്പൊ അവർക്ക് ചിലപ്പോൾ വ്ളോഗ് ചെയ്യണവരായിരിക്കും. അപ്പൊ ആ പരിസരത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു റിഫ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും ചാർജ് ആയിട്ടുണ്ടാവും, അടുത്ത ഇതിനകത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ പോയേക്കണതുണ്ട്. അപ്പോൾ പെട്രോൾ വെഹിക്കിളോ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിളോ വെച്ച് പോകുമ്പോൾ ഒരു എവിടെയെങ്കിലും നമ്മളൊരു
വിശ്രമിക്കാനായിട്ട് കുറച്ച് 10 മിനിറ്റൊക്കെ അരമണിക്കൂറൊക്കെ നിൽക്കാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഇതിന് ചാർജിങ്ങിന് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ലോ റേഞ്ച് വെഹിക്കിൾ ആയാലും ഹൈ റേഞ്ച് വെഹിക്കിൾ ആയാലും ഉപയോഗിക്കാൻ കേരളത്തിൽ ഗ്യാരണ്ടിയാണ് എവിടെ പോയാലും ഈ സംഭവം ഉണ്ടെന്നുള്ളത്. അതായത് പണ്ട് പറഞ്ഞ മാതിരി ATM സെന്റർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സ്ഥലത്തോളൂ, 2 സ്ഥലത്തോളൂ, 3 സ്ഥലത്തോളൂ. ഇന്നിപ്പോൾ ATM തടഞ്ഞിട്ട് നടക്കാൻ പാടില്ല. ഇപ്പൊ എനിക്കൊന്ന് ഏറ്റവും കൂടുതലുള്ളത് ഫെഡറൽ ബാങ്കിന് തന്നെയാണ് മുട്ടിന് ATM. അതേപോലെ SBIക്ക് ഉണ്ട്, മറ്റുള്ള ബാങ്കുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് മൾട്ടിപ്ലൈ യൂസ് ചെയ്യാന്നുള്ള സിസ്റ്റം വന്നത്. ആ സാധ്യത മനസ്സിലാക്കി അതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു പുതിയൊരു തൊഴിൽ മേഖലയും കൂടി വരികയാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി EV ചാർജിങ് സ്റ്റേഷൻസ് വരെ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരാൻ പോകുന്നു. നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ഒപ്പം ഈ സാധനം ഉണ്ടാവും പറഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞു വന്നത്. അപ്പൊ അതും ഈ EV എടുക്കുന്നതിലേക്ക് ഒരു കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോ മറ്റുള്ള പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക്, അതായത് EV എടുക്കാൻ വേണ്ടി വന്നാൽ EVനെ കുറിച്ച് അറിയാത്ത അങ്ങനെയുള്ള ആൾക്കാർ പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ചേട്ടൻ EVനെ റെക്കമെൻഡ് ചെയ്യുമോ, ഡീസൽ വണ്ടീനെ ആണോ, അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിളിനെ ആണോ റെക്കമെൻഡ് ചെയ്യുക? അത് യൂസേജ് അനുസരിച്ചിട്ടാണ്. പല ആൾക്കാരും വാഹനം എടുക്കുന്നത് പല കാഴ്ചപ്പാടിൽ കൂടെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഉപയോഗമുണ്ട്, എല്ലാ ദിവസവും ഓട്ടോ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വാഹനം എടുത്തു. ചിലര് വീടിന്റെ കാർപോർച്ചിൽ ഒരു കിലോമീറ്റർ വാഹനം കിടക്കണം, ഒന്നാ വല്ലപ്പോഴും ഒന്ന് പോകണം, യാത്ര ചെയ്യണമെന്നുള്ള ഒരു ഫ്യൂവൽ വെഹിക്കിൾസ് തന്നെ ഉപയോഗിക്കുന്നത്, പെട്രോൾ ഒരു ഡീസൽ വെഹിക്കിൾ എടുക്കുന്നതായിരിക്കും ലാഭം. ഓടിച്ച് എല്ലാ ദിവസവും ഓട്ടോ ഉള്ളവർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ലാഭമാണ്, ഒരു നഷ്ടമില്ല. പിന്നെ പറയണ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററിക്കൊക്കെ കോസ്റ്റ് കൂടുതലാണ് എന്നൊക്കെ ഉള്ളല്ലോ. അത് ഈ ബാക്കിയുള്ള ഫ്യൂൽ വെഹിക്കിൾസിന്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തേയ്മാനം കൂടുതലുള്ള വാഹനങ്ങളാണല്ലോ. ഞാൻ അവരെ കാടടിച്ച് കുറ്റം പറയുന്ന രീതിയിലല്ല പറഞ്ഞത്. ഇപ്പൊ 10,000-ത്തിന്റെ സർവീസിൽ ഇത്ര രൂപ വരും, അതിനകത്ത് മാറ്റേണ്ട ഉള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കോസ്റ്റ് ഇയർലി കണക്കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ബാറ്ററിയുടെ ചേഞ്ചിങ് ഇതിനകത്ത് ഒന്നുമല്ല. മാത്രമല്ല ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ സെൽസ് വെച്ചിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് സെല്ല് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ചെക്ക് ചെയ്തിട്ട് കംപ്ലൈന്റ് ഉള്ള സെല്ല് മാറ്റിയിട്ട് നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാം. റീയൂസബിൾ ബാറ്ററീസ് ആണ് പോയേക്കണം, ഇത് മാത്രം മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ ബാറ്ററിക്ക് ഒരു റേറ്റ് ഉണ്ടാവും. എല്ലാവരും പറയുന്നത് ബാറ്ററിയുടെ ലൈഫിന് അതിന്റെ റേറ്റ് കോസ്റ്റ് ആണ്, അത് കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്ന കാഴ്ച. ഇനിയിപ്പോ ഒരു കാലഘട്ടം നമ്മളിപ്പോ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞ് ഇതിന്റെ ബാറ്ററിയുടെ റേറ്റ് കുറഞ്ഞു വരില്ല. കാരണം വെച്ചാല് പല കമ്പനികളും പുതിയതായിട്ട് ഇതിലേക്ക് മാർക്കറ്റിലേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ റേഞ്ച് പാക്കറ്റ് നമുക്ക് വരുന്ന ഇപ്പൊ ഒരു എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയിലേക്കൊക്കെ ആയിട്ട് വരും. മാത്രമല്ല ഇത് സർവീസബിൾ ഇതിനകത്ത് വന്നു പ്രൈവറ്റ് പാർട്ടീസ് ഇത് സർവീസ് ചെയ്ത് ഗ്യാരണ്ടിയോടുകൂടി തരുന്നുണ്ട്. സെല്ല് മാറ്റിയൊക്കെ റീഫർബിഷ് ചെയ്ത് തരുന്നുണ്ട്. അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് പൊതുവെ ചില ആൾക്കാർക്ക് ഒരു പരമ്പരാഗത മാർഗത്തിൽ നിന്ന് ഒന്ന് വേർതിരിച്ച് വരാനായിട്ട് ഒരു മടിയുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്തെങ്കിലും ഒഴിവ് പറയാ. പുതിയ ടെക്നോളജിനെ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാര് അതാണ് ബുദ്ധിമുട്ട്. നമ്മുടെ ചിന്താഗതിനെ എപ്പോഴും യങ്ങായിട്ട് വെക്കണം. പുതിയതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് എപ്പോഴും നല്ല പ്രോഫിറ്റബിൾ ആണ്. പിന്നെ വന്നതാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ. ഇത് സോഫ്റ്റ്വെയറിൽ ഓർഡർ വെഹിക്കിളാണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് അതൊക്കെ കാരണം ഇടയ്ക്ക് പണി കിട്ടാറുണ്ട് അപ്ഡേഷന്റെ ഇതിനകത്തൊക്കെ. ആ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി ഇത് ഒരു ടെക്നോളജി വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പഴയ ഒരു കാഴ്ചപ്പാടോടുകൂടി വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് കുറച്ച് കുറ്റം പറയാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. ഒരു 100% എനിക്ക് പറയാൻ പറ്റും, ഒരു EV വെഹിക്കിൾ ഓടിച്ച ഒരാള് മറ്റുള്ള വണ്ടിയിലേക്ക് പോകല്ല, മറ്റ് വണ്ടിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു സംശയം വേണ്ട. അത് സ്കൂട്ടർ 2 വീലർ ആയാലും കൊള്ളാം, 4 വീലർ ആയാലും കൊള്ളാം. അപ്പോൾ അതൊരു ഗുഡ് സൈനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പുതിയൊരു ടെക്നോളജി. അപ്പോൾ ജിനീഷേട്ടൻ നമ്മളോട് പറഞ്ഞു വന്നത് EVയുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ ജിനീഷേട്ടൻ ഇത്ര നമ്മളായിട്ട് സ്പെയർ ചെയ്തതിൽ നമ്മുടെ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ച ന്യൂമറസ് കാർസിൻ്റെ ഓണേഴ്സിന് എൻ്റെ നന്ദി. അപ്പോൾ താങ്ക് യു. അപ്പോൾ പ്രഷറോട് പറയാനുള്ളത്, നമ്മൾ ഇനിയും പല പുതിയ EV സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുമായിട്ട് നമ്മളും ഈ മേഖലയിലേക്ക് വീണ്ടും നമുക്ക് യൂസ്ഡ് കാർ വിപണിയിലും EV ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ വണ്ടികൾ ഇങ്ങനെ EV സെക്കൻഡ്സ് തന്നെ നമ്മുടെ കയ്യിൽ വീണ്ടും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് കാണാം, നേരിട്ട് വരാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം.
നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ അവൈലബിൾ കിട്ടുന്ന EVs നമ്മുടെ ഇതിൽ വരാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സോളാർ കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് എമൗണ്ട് കൂടി കയറ്റിയിട്ട് ലോൺ എടുക്കാവുന്ന സെഗ്മെൻ്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും